അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുന്ന ചിക്കൻ ബിരിയാണി കേട്ടോ. 2 കിലോ ബിരിയാണി ഉണ്ടാക്കാൻ ഇത്ര സാധനങ്ങൾ ആവശ്യമുണ്ട്. അത്ര എക്സ്പേർട്ട് അല്ലാത്ത ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വില കുറവുണ്ടായിരിക്കാൻ നല്ലത്. ബിരിയാണി മസാല എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. 2 കിലോ അരിയുടെ ബിരിയാണിക്ക് 2 കിലോ ഇറച്ചി ചിക്കൻ മീറ്റായിട്ട് വേണം കേട്ടോ. മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ്, വിനാഗിരി. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ ഉപ്പ്, 2 ടീസ്പൂൺ വിനാഗിരി. നന്നായി കഴുകി വെള്ളം വാർന്നു പോയ ചിക്കൻ വേണം ഇത് മിക്സ് ചെയ്യാൻ കേട്ടോ. വെള്ളം നന്നായി വാർന്നു പോയിട്ടില്ലെന്നുണ്ടെങ്കിൽ ചിക്കൻ പൊരിക്കുന്ന സമയത്ത് ചിക്കനും മസാലയൊക്കെ വേറെ നിൽക്കും. 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചട്ടെടുപ്പത്തേക്ക് 1/2 ലിറ്റർ ഓയിൽ ഒഴിക്കാം. ആദ്യം ഉള്ളി പൊരിച്ചെടുക്കാം. എണ്ണ നല്ല ചൂടായി വരുമ്പോൾ 1/2 കിലോ ഉള്ളി നല്ല നൈസായി അരിഞ്ഞത് ഇടുക. ഈ ഒരു ലെവലാകുമ്പോൾ ഊറ്റിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് അണ്ടിപ്പരിപ്പ് ഇടുക. അതിന് ഒരു ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ വേഗം മുന്തിരി ഇടുക. മുന്തിരി ഒരു പെരും പോലെ വെറുത്ത് വരുമ്പോൾ വേഗം കോരിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് വേപ്പില കുറച്ച് വറുത്തെടുക്കാം. 2 കിലോ ബിരിയാണി ദമ്മിടാൻ പാകത്തിലുള്ള ഒരു ചെമ്പ് എടുക്കുക. അതിലൊരു 200 ml ഓയിൽ ഒഴിക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നൈസായിട്ട് അരിഞ്ഞിട്ടുള്ള ഒരു 1/2 കിലോ ഉള്ളി ഇടുക. ഒരു 3 ടീസ്പൂൺ ഉപ്പ് ഇടാം. 100 ഗ്രാം ചെറിയ ഉള്ളി, ഒരു 50 ഗ്രാം പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചിയും കൂടിയിട്ട് ഒരു 50 ഗ്രാം. ഉള്ളി ഒന്ന് വാടി ഒരു ഗോൾഡൻ കളറാകുമ്പോൾ ഒരു 100 ഗ്രാം തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കുക. 2 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ചതച്ച് വെച്ച സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ചിക്കൻ മസാല, 2 ടീസ്പൂൺ ബിരിയാണി മസാല. ഇത്രയും സാധനങ്ങൾ ഇതേപോലെ ഒരു പാത്രത്തിൽ എടുത്ത് കഴിഞ്ഞാൽ 7 ഐറ്റം അതിൽ. ഉള്ളി നന്നായി വാടി വരുമ്പോൾ ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. 1/2 പാക്കറ്റ് തൈര് ഒഴിച്ച് കൊടുക്കുക. 2 നാരങ്ങ നീരും 1 പിടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക മസാലയിൽ. അടുത്തായിട്ട് ചിക്കൻ പൊരിച്ചെടുക്കുക. എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രമേ ചിക്കൻ ഇടാൻ പാടുള്ളൂ. ചിക്കൻ പൊരിക്കുമ്പോൾ കുറച്ച് പൊരിച്ചെടുക്കുക കേട്ടോ. ചിക്കൻ വെന്തതിന് ശേഷം നമ്മൾ നേരത്തെ മസാല അടിച്ച മസാലയ്ക്ക് ഇടുക. 5 പീസ് കറുവപ്പട്ട, ഒരു 10-15 പീസ് ഗ്രാമ്പു, ഒരു 10 പീസ് ഏലക്ക, ഒരു 5 ടീസ്പൂൺ ഉപ്പ്, 100 ഗ്രാം ക്യാരറ്റ് അരിഞ്ഞെടുത്ത്. അരിയുടെ ഒരു 3 ഇരട്ടി വെള്ളം വയ്ക്കുക. നമ്മളിത് വറ്റിച്ചെടുക്കല്ല, ഊറ്റിയെടുക്കണം ചെയ്യണം. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ അരി ഇട്ട് കൊടുക്കുക കേട്ടോ. അരി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ തീ ഒന്ന് കമ്മിയാക്കി വെക്കണേ. ഒരുപാട് നേരം തിളച്ച് പോയി കഴിഞ്ഞാൽ അരി ഇങ്ങനെ പിളർന്നു പോകാൻ ചാൻസ് ഉണ്ട്. അരി തിളപ്പിക്കുന്ന വെള്ളത്തിൽ 2 ടീസ്പൂൺ വിനാഗിരി ഒഴിക്കണേ. അരി പിളർന്നു പോകുന്നതിനാണ്. അരി ഊറ്റിയിടാനുള്ള മസാലയാണിത്. ഈ ഒരു രീതിയിൽ വെള്ളം ഒഴിച്ച് ലെവൽ ചെയ്യണേ. നമ്മൾ പൊരിച്ചെടുത്ത് വെച്ചാൽ 3/4 ഭാഗത്തോളം ഉള്ളി ഇതിൽ ചേർക്കണം. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. അതുപോലെ തന്നെ മല്ലിച്ചപ്പും പുതിനയും കൂടി ഇതിൽ ചേർക്കേണ്ടതുണ്ട്. റൈസ് ഒരു 90% വെന്ത് കഴിഞ്ഞാൽ ഈ മസാലയുടെ മേലെ ഊറ്റിടുക. അപ്പോൾ അത് റൈസ് ഊറ്റിയിട്ടതിന് ശേഷം റൈസ് ഇതുപോലെ നിരത്തി കൊടുക്കുക. അതിനുശേഷം പൊരിച്ച് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി, വേപ്പിൻ്റെ ഇല, അതുപോലെ മല്ലിച്ചപ്പ്, പുതിന ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള റൈസ് കൂടി ഊറ്റിയിടുക. അതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കുന്ന സൺഫ്ലവർ ഓയിലാണ്. ഒരു ചെറിയൊരു ബോട്ടിൽ ഒരു ചെറിയ ഹോൾഡായിട്ട് അതിലാക്കി വെച്ചിരിക്കണം. പക്ഷേ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ പൊരിച്ച എണ്ണ ബാക്കിയുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി. അതിൻ്റെ മേലെ കുറച്ച് നെയ്യ് കൂടി ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ മാവ് വെച്ച് സൈഡിലൊക്കെ മാവ് വെച്ചതിന് ശേഷം ദം ചെയ്യാൻ വയ്ക്കുക. അതിൻ്റെ മേലെ വെച്ചിട്ടുള്ളത് നമ്മൾ റൈസ് തിളപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ചൂടുവെള്ളമാണ്. ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇടുക. പിന്നെ ഒന്ന് ലോ ഫ്ലെയിമിൽ ആക്കി വയ്ക്കുക. അങ്ങനെ 5 മിനിറ്റ് കൂടുമ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ 1/2 മണിക്കൂർ ദം ചെയ്യാം. 1/2 മണിക്കൂറിന് ശേഷം ദമ്മ് പൊട്ടിക്കുക. വേറൊരു പാത്രത്തിലേക്ക് അതിൻ്റെ മേലുള്ള റൈസുകൾ മൊത്തം കോരിയിടുക. നന്നായി ഇളക്കി മിക്സ് ചെയ്യാം. അതിനുശേഷം ചിക്കൻ പീസൊക്കെ റൈസിൻ്റെ മേലെ കോരിയിടുക. നമ്മൾ റൈസ് ഊറ്റിയെടുത്തുകൊണ്ടാണ് ഇതുപോലെ ഇങ്ങനെ റൈസൊക്കെ വേറെ നിൽക്കുന്ന രീതിയിൽ കിട്ടുന്നത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കൂടുതൽ റിസ്ക്കുകളൊന്നും ഇല്ലാത്തതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് പറയണേ. എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത എന്താണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കാൻ ശ്രമിക്കാം.